ഹലോ. അടുത്ത ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൈക്രോബയോളജി റിലേറ്റഡ് ആയ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ കൊടുത്തിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ക്ലാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓർഗാനിസം ഇൻവോൾവ് ഇൻ ഫെർമെന്റേഷൻ ഓഫ് കിംചി. കിംചി എന്ന് പറയുന്നത് എന്താ സംഭവം? കിംചി എന്ന് പറയുന്നത് കൊറിയയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഫെർമെന്റഡ് പ്രൊഡക്റ്റ് ആണ്. അവിടുത്തെ ഒരു ക്യാബേജ് ഉണ്ട്. ആ ക്യാബേജിന് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് അതിലുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് ഫെർമെന്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കിംചി ഒരു സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഫെർമെന്റേഷന് സഹായിക്കുന്ന ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ എല്ലാ ഓർഗാനിസംസും, അതായത് ഫ്ലേവർ ബാക്ടീരിയം, സ്യൂഡോമോണാസ്, ബാസിലസ് മെഗറ്റീരിയം, എല്ലാ ഓർഗാനിസംസും കിംചിയിൽ വരുന്നതാണ്. കിംചിയിൽ വരുന്ന ഒരു കിംചിന്റെ ഫെർമെന്റേഷന് സഹായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയിൽ വരുന്ന LABയിൽ വരുന്ന ഏത് ഓർഗാനിസംസും ഒരു കുറേ ഓർഗാനിസംസും എന്തിൽ വരുന്നുണ്ട്? കിംചിയിൽ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലാസിക് മീറ്റ് ക്യൂറിംഗ് ഏജന്റ്? ക്ലാസിക് മീറ്റിന്റെ ക്യൂറിംഗ് ഏജന്റ് ആണ്. സോഡിയം ക്ലോറൈഡ് ക്യൂറിംഗ് ഏജന്റ് ആണ്. സോഡിയം നൈട്രൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം നൈട്രേറ്റും ക്യൂറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. ക്യൂറിംഗ് ഓഫ് മീറ്റ് എന്ന പ്രിസർവേഷൻ ആണ് അല്ലെ, മീറ്റിന്റെ പ്രിസർവേഷൻ മെത്തേഡാണ് ക്യൂറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്ലാഡോസ്പോറിയം കോസസ് ഡാഷ് ഇൻ ബീഫ്. മീറ്റ് സ്പോയിലേജിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാഡോസ്പോറിയം എന്ന ഓർഗാനിസം മീറ്റിൽ എന്താ കോസ് ചെയ്യുന്നത്? വിസ്കേഴ്സ് ആണോ ബ്ലാക്ക് സ്പോട്ട് ആണോ കേട്ടോ കോസ് ചെയ്യുന്നത്? വിസ്കേഴ്സ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? തംനീഡിയം. അപ്പം ക്ലാഡോസ്പോറിയം കോസസ് ബ്ലാക്ക് സ്പോട്ട് ഇൻ ബീഫിൽ എന്താണ്? ബ്ലാക്ക് സ്പോട്ട് കോസ് ചെയ്യും. ഇത് കുറച്ച് നമുക്ക് മീറ്റിന്റെ സ്പോയിലേജ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് റെഡ് സ്പോട്ട് ഉണ്ടാക്കുന്നത് ഏത് ഓർഗാനിസമാണ്? സെറേഷ്യ മാർസസെൻസ് ആണ്. റെഡ് സ്പോട്ട് ഉണ്ടാക്കുന്നത് സെറേഷ്യ മാർസസെൻസ്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ മിൽക്കിന്റെ സ്പോയിലേജ് പറഞ്ഞപ്പോൾ ഇതേ പറഞ്ഞത് റെഡ് ഉണ്ടാക്കുന്നത് അവിടെയും സെറേഷ്യ മാർസസെൻസ് തന്നെയാണ്. ബ്ലൂ സ്പോട്ട് ഉണ്ടാക്കുന്നത് സ്യൂഡോമോണാസ് സിൻസിയാനെ. അതും സ്യൂഡോമോണാസ് ആണ്. ഇത് PS എന്ന് എഴുതിയിരിക്കുന്നത് സ്യൂഡോമോണാസ് ആണ്. ബ്ലൂ സ്പോട്ട് സ്യൂഡോമോണാസ് സിൻസിയാനെ. ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാക്കുന്ന ക്ലാഡോസ്പോറിയം. ഈ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചത്. ക്ലാഡോസ്പോറിയം കോസസ് ഡാഷ് ഇൻ ബീഫ് ഏത് മീറ്റിലായാലും ക്ലോസ് ചെയ്യുന്ന ഏതാണ്? ബ്ലാക്ക് സ്പോട്ട് ആണ് ക്ലാഡോസ്പോറിയം കോസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഗ്രീൻ പാച്ചസ് ഉണ്ടാക്കുന്ന ഏതാണ്? പെൻസിലിയം എക്സ്പാൻസം. പെൻസിലിയം എക്സ്പാൻസം. പ്യൂട്രിഫാക്ഷൻ കോസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണ്? ക്ലോസ്ട്രിഡിയം. പ്യൂട്രിഫാക്ഷൻ കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ക്ലോസ്ട്രിഡിയം. വിസ്കസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? തംനീഡിയം. ആൻഡ് എർത്തി ഫ്ലേവർ കോസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണ്? ആക്ടിനോമൈസെറ്റ്സ്. വൺസ് മോർ, റെഡ് ആണെങ്കിൽ സെറേഷ്യ മാർസസെൻസ്, ബ്ലൂ ആണെങ്കിൽ സ്യൂഡോമോണാസ് സിൻസിയാനെ. ഈ സിൻസിയാനെ സിയാൻ എന്ന് പറഞ്ഞൊരു കളർ, നീല കളർ ആകുമ്പോൾ അത് നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ മിൽക്കിലും തന്നെയായിരുന്നു. സ്യൂഡോമോണാസ് സിൻസിയാനായിരുന്നു ബ്ലൂ കളർ ഉണ്ടാക്കുന്നത്. ഇവിടെയും ബ്ലൂ സ്പോട്ട് ഉണ്ടാക്കുന്നവരാണ് സ്യൂഡോമോണാസ് സിൻസിയാനയാണ്. ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാക്കുന്ന ക്ലാഡോസ്പോറിയം, ഗ്രീൻ പാച്ചസ് ഉണ്ടാക്കുന്ന പെൻസിലിയം എക്സ്പാൻസം, പ്യൂട്രിഫാക്ഷൻ ഉണ്ടാക്കുന്ന ക്ലോസ്ട്രിഡിയം, വിസ്കേഴ്സ് ഉണ്ടാക്കുന്ന തംനീഡിയം. വിസ്കേഴ്സ് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിസ്കേഴ്സ് ഉണ്ടാക്കുന്നത് തംനീഡിയം ആണ്. എർത്തി ഫ്ലേവർ ഉണ്ടാക്കുന്നത് ആക്ടിനോമൈസെറ്റ്സ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മൈക്കോടോക്സിൻ? ഇതിൽ ഏതാണ് മൈക്കോടോക്സിൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതല്ലാത്തത് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം പാറ്റുലിൻ മൈക്കോടോക്സിൻ ആണ്. പെൻസിലിക് ആസിഡ് ഒരു മൈക്കോടോക്സിൻ ആണ്. സ്റ്റെറിഗ്മാറ്റോസൈസിസ്റ്റിൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു മൈക്കോടോക്സിൻ ആണ്. മൈക്കോടോക്സിൻ എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ഏരിയ ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിലെ അഫ്ലാടോക്സിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പാറ്റുലിൻ ഉണ്ട്, പെൻസിലിക് ആസിഡ് ഉണ്ട്, സ്റ്റെറിഗ്മാറ്റോസിസ്റ്റിൻ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മൈക്കോടോക്സിൻസും വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ SCP? എന്താ SCP? സിംഗിൾ സെൽ പ്രോട്ടീൻ ആണ് അല്ലെ. സിംഗിൾ സെൽ പ്രോട്ടീൻ, അതായത് ഒന്നുമില്ല, നമുക്ക് ഓർഗാനിസംസിനെ ഡ്രൈ ചെയ്യുക. ഓർഗാനിസത്തിന്റെ സെല്ലിനെ ഡ്രൈ ചെയ്യുന്നതാണ് നമ്മൾ. ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഒരു സെല്ലാണ് അല്ലെ. ഒരു മൈക്രോ ഓർഗാനിസം ഒരു സെല്ലാണ്. അതിന്റെ ഒരു സെല്ല്. ആ സെല്ലിനെ നമ്മൾ ഡ്രൈ ചെയ്തിട്ട്, അപ്പൊ അത് എന്തായിരിക്കും? ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുണ്ടാവും. പ്രോട്ടീൻ അല്ലാത്ത കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. പ്രോട്ടീൻ ഉണ്ടാവും. അപ്പൊ അതെന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സിംഗിൾ സെൽ പ്രോട്ടീനിൽ ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇതിൽ യൂസ് ചെയ്യുന്നതിൽ കാൻഡിഡ യൂസ് ചെയ്യുന്നുണ്ട്, റോഡോഡോറ്റോറുല യൂസ് ചെയ്യുന്നുണ്ട്, സക്കാറോമൈസസും യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദ എബോവ് ആണ് എന്തിന്റെ ആൻസർ ഇതിൽ വരിക. ഓക്കെ അല്ലേ?
ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്കൊരു ഗുഡ് ഫൈബറി സോഴ്സ്, ഡയറ്ററി ഫൈബേഴ്സിന്റെ സോഴ്സ് ആണ്, മിനറൽസിന്റെ സോഴ്സ് ആണ്, അമിനോ ആസിഡ്സിന്റെ സോഴ്സ് ആണ്. അതുപോലെ തന്നെ എനർജി തരും. ചിൽഡ്രൻസ്, മാൽന്യൂട്രീഷനായ ചിൽഡ്രൻസിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻ കൊടുക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ nourishes the skin and eyes and prevent the accumulation of high density lipids, thereby reducing obesity. സോ ഒബിസിറ്റി റിഡ്യൂസ് ചെയ്യാൻ സിംഗിൾ സെൽ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അതിലേക്ക് ഈ ലിപ്പിഡ്സിന്റെ അക്യുമുലേഷനെ തടയാൻ സഹായിച്ചിട്ട്. ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിംഗ് ഒബിസിറ്റി ബൈ ലോവറിംഗ് ദ ലെവൽ ഓഫ് ബ്ലഡ് ഷുഗർ. Single cell proteins also serve as a good feedstock for cattle, fish and birds, as it is an excellent and suitable source of proteins. അപ്പം എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻസ്? എല്ലാത്തിനും നമുക്ക് കാറ്റിൽസിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. പ്രോട്ടീൻ്റെ സോഴ്സ് ആണ്. ഷുഗർ, ഒബിസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെ കുറെ യൂസസ് ഉണ്ട്. ഇപ്പൊ സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രൊഡക്ഷൻ ഇപ്പോൾ ശരിക്കും ഈ പല ജോലിക്കും ഈ പ്രൊഡക്ഷൻ അറിയുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ വരെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അത്രയും വലിയൊരു വാസ്റ്റ് ഏരിയ ആണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിൽ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാ? കാൻഡിഡ യൂസ് ചെയ്യും, റെഡുഡോട്ടോർല യൂസ് ചെയ്യും, സക്കാരോമൈസസും യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ, സൾഫർ ഡയോക്സൈഡ് ഓർ SO2 ഈസ് ആക്റ്റീവ് അഗൈൻസ്റ്റ് ഗ്രോത്ത് ഓഫ് ഡാഷ് ഇൻ മൊളാസസ്. അപ്പൊ SO2 എന്ന് പറയുന്ന സാധനം എന്താണ്? SO2 എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ്. SO2 എന്താണ്? പ്രിസർവേറ്റീവ് ആണ്. ഒരുവിധ എല്ലാ ഓർഗാനിസംസിനെതിരെയും മൊളാസസിൽ ഇത് ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് എന്താണ്? ഓൾ ഓഫ് ദ എബവ് ആണ് ഇതിന്റെ ആൻസർ. ഈസ്റ്റിനും മോൾഡിനും ബാക്ടീരിയക്കും എതിരെ എന്താ ആക്ട് ചെയ്യുന്നുണ്ട്? SO2 മൊളാസസിൽ ചേർത്ത് കഴിഞ്ഞാൽ ആക്ട്. അപ്പൊ SO2 എന്താണ്? ഇതിൽ ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഓർഗാനിസം ഇൻവോൾവ് ഇൻ കെഫിർ മേക്കിംഗ്. എന്താ കെഫിർ? കെഫിർ എന്ന് പറയുന്നത് മിൽക്കിന്റെ ഫെർമെന്റേഷൻ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. കെഫിർ എന്ന് പറയുന്നത് മിൽക്ക് ഫെർമെന്റേഷൻ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. ഒരു കെഫിർ ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. കെഫിർ ഗ്രെയിൻസ് എന്ന് പറയുന്നത് കെഫിർ ഉണ്ടാക്കാൻ ഫെർമെന്റേഷനെ സഹായിക്കുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ കെഫിർ ഒന്നിച്ചിട്ടുള്ളതിനാണ് കെഫിർ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഈ കെഫിർ ഗ്രെയിൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ കെഫിർ ഉണ്ടാക്കാതെ മിൽക്കിന്റെ ഫെർമെന്റേഷൻ ചെയ്യാം. അങ്ങനെ ഇതിൽ ഏതൊക്കെ ഓർഗാനിസം എന്നാണ് ചോദിക്കുന്നത്? ലാക്ടോബാസിലസ് ബൾഗാരിക്കസ് ഉണ്ട്, ലാക്ടോബാസിലസ് ഹെൽവറ്റിക്കസ് ഉണ്ട്, ലാക്ടോകോക്കസ് ലാക്ടിസ് ഉണ്ട്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ. സോ കെഫിർ എന്ന് പറഞ്ഞാൽ മിൽക്കിനെ ഫെർമെന്റേഷൻ ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എന്തിന്റെ ഹെൽപ്പോട് കൂടി? കെഫിർ ഗ്രെയിൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് മിൽക്കിനെ ഫെർമെന്റേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? കെഫിർ കിട്ടുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, നൈസിൻ ഈസ് ആൻ ആക്റ്റീവ് അഗൈൻസ്റ്റ് ഗ്രോത്ത് ഓഫ് ഡാഷ് ഇൻ ചീസ് സ്പ്രെഡ്. നൈസിൻ എന്താ സാധനം? നൈറ്റിസിൻ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയോസിൻ ആണ്. നൈസിൻ എന്താണ്? ഒരു ബാക്ടീരിയോസിൻ ആണ്. അത് എന്തിനെതിരെയാണ് ആക്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. നൈസിൻ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബാക്ടീരിയക്കെതിരെയാണ്. നൈസിൻ എന്താ സംഭവം? ബാക്ടീരിയോസിൻ. ഒരു ബാക്ടീരിയ, അതും എന്താണ്? ഒരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് നൈസിൻ എന്ന് പറയുന്നത്. ഇത് ആക്ട് ചെയ്യുന്നത് എന്തിനാണ്? മറ്റൊരു ബാക്ടീരിയക്കെതിരെയാണ് ആക്ട് ചെയ്യുന്നത്. ഇൻ തെർമൽ ഡെത്ത് ടൈം കർവ്, എഫ് വാല്യൂ റെപ്രസെന്റ്സ്. എഫ് വാല്യൂ എന്താ സംഭവം? എഫ് വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മിനിറ്റ്സ് റിക്വയർഡ് ടു കിൽ എ നോൺ പോപ്പുലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ എ ഗിവൺ ഫുഡ് അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻസ് ആണ് അല്ലെ. അതായത് നമ്മൾക്ക് നമ്മുടെ കയ്യിലൊരു ഫുഡ് ഉണ്ട്. ആ ഫുഡിൽ എത്രത്തോളം ആ ഫുഡിലുള്ള ഒരു പോപ്പുലേഷൻ, നമുക്ക് അറിയാവുന്ന ഒരു പോപ്പുലേഷനെ കില്ല് ചെയ്യാൻ വേണ്ടി ആവശ്യമായ നമ്പർ ഓഫ് മിനിറ്റ്സിനാണ് നമ്മൾ എഫ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ എഫ് വാല്യൂ എന്തൊക്കെ തരും? നമുക്ക് സമയം തരും. കാരണം നമ്മൾ എഫ് വാല്യൂടെ കണ്ടുപിടിക്കുന്ന എന്താണ്? സമയമാണ്. എത്ര അപ്പൊ കേർവിൽ ഇതെന്തൊക്കെ തരും എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു ശരിക്കും എഫ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ടൈമിനെയാണ് നമുക്ക് തരുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടോ, ഇൻ തെർമൽ ഡെത്ത് ടൈം കേർവ് ആണ്. ഒരു കേർവിൽ എഫ് വാല്യൂ കാണിച്ചു തന്നാൽ അതിൽ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? സമയം കേർവ് ആണല്ലോ. ഇപ്പൊ ഇങ്ങനൊരു ഇതില് കേർവ് വരച്ചിട്ട് ഇവിടെ എഫ് വാല്യൂ എന്ന് കാണിച്ചു തന്നാല് ഈ എഫ് വാല്യൂ നമുക്ക് ടൈം കാണാൻ പറ്റും, ടെമ്പറേച്ചർ കാണാൻ പറ്റും. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഓർഗാനിസംസ് ഏതൊക്കെയാണ്, നമുക്ക് നോൺ ഓർഗാനിക് പോപ്പുലേഷൻ ആണ് നമ്മൾ. അപ്പൊ എന്താണ്, ഈ ഒരു കേർവിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മൂന്നും കാണാൻ പറ്റും. ടൈമും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസവും കാണാൻ പറ്റും. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തെർമൽ ഡെത്ത് കേർവ് അല്ലാതെ വാട്ട് എഫ് വാല്യൂ റെപ്രസെന്റ് എന്താന്ന് ചോദിച്ചാൽ അപ്പൊ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന ടൈമാണ്. കാരണം നമുക്ക് എത്രത്തോളം മിനിറ്റ്, എത്രത്തോളം സമയം ഒരു നോൺ പോപ്പുലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണം എന്നുള്ളതാണ് എഫ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ കേർവിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കേർവിലൂടെ എല്ലാം കിട്ടും. ടൈം കിട്ടും, ടെമ്പറേച്ചർ എത്രയാന്ന് കിട്ടും, ഓർഗാനിസംസ് എത്രയാന്നുള്ളതൊക്കെ നമുക്ക് കിട്ടും. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബവ് ആണ്. നെക്സ്റ്റ് വൺ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ മോസ്റ്റ് ഫ്രീക്വന്റ്ലി റിപ്പോർട്ടഡ് ഇൻ പ്രോസസ്ഡ് മീറ്റ് ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ
ഇങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗാനിസം, സംഭവം പറഞ്ഞാൽ ഇതിലുള്ള 3 ഓർഗാനിസംസും ഇതിലുള്ള മീറ്റിലുള്ളതാണ്. പക്ഷെ ഇതിൽ പ്രത്യേകം ചോദിച്ചത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഇതിൽ ഏതാണ് ഗ്രാം നെഗറ്റീവ്? ലാക്ടോബാസിലസ് ഗ്രാം നെഗറ്റീവ് ആണോ? അല്ല, അത് ഗ്രാം പോസിറ്റീവാ. ക്ലോസ്ട്രിഡിയം ഗ്രാം പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിലെ ആൻസർ ഏതാണ്? സ്യൂഡോമോണാസ് ആണ്. ഇതാണ് ആകെ ഇതിലൊരു ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ഉള്ളത്. സോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ മോസ്റ്റ് ഫ്രീക്വന്റ്ലി റിപ്പോസ്ഡ് ഇൻ പ്രോസസ്ഡ് മീറ്റ് ഈസ് സ്യൂഡോമോണാസ്. സോ ഓക്കെ, ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. സോ താങ്ക് യു.